ಆಶಂಸಾ ಭಾಷಣಕ್ಕಾಗಿ ಮಿಫ್ತಾಹುಲ್ ಉಲೂಮ್ ಮದ್ರಸ ಹೈಯರ್ ಸೆಕೆಂಡರಿ ಮದ್ರಸ ಇದರ ಪ್ರಾಂಶುಪಾಲರಾದಂತಹ ಬಹುಮಾನದ ಮಜೀದ್ ಸನಿ ಉಸ್ತಾದರನ್ನು ಪ್ರೀತಿಪೂರ್ವಕ ಆಹ್ವಾನಿಸ್ತಾ ಇದ್ದಾರೆ. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറ്റവും ആദരണീയരായ സയ്യിദ് അവർകൾ, അതേപോലെ തന്നെ പണ്ഡിത സുഹൃത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കളെ, വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മപ്പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇരുത്തം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മളൊക്കെ കബൂലാക്കുമാരാകട്ടെ. മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്തങ്ങളുടേതായ അനുസ്മരണ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മഹാനായ ഖൂറത്ത് തങ്ങൾ അവർകൾ ഒരു സയ്യിദും ഒരു ആലിമും ഒരു ഖാദിയും എല്ലാ മഹല്ലിലേക്ക് നേതൃത്വം നൽകിക്കൊണ്ട് എപ്പോഴും മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് മഹാനായ ഖൂറത്ത് തങ്ങൾ അവരുകൾ. നമ്മുടെ ചരിത്രമെടുത്തു നോക്കിയാൽ ഏത് കാലത്ത് ഇസ്ലാമിന് തകർച്ച സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ സയ്യിദന്മാരെ ഇറക്കിക്കൊണ്ട് ഈ സമുദായത്തിന് വലിയ ശക്തി പകർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിൻ്റെ തകർച്ച ശത്രുക്കളെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ബിദ്അത്തുകാരിൽ നിന്നും ഉണ്ടായ സന്ദർഭത്തിൽ മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ സംരക്ഷകനായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നൂറ്റാണ്ടിൽ കടത്തി കൊടുത്തു. ആ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശക്തി പ്രാപിച്ചത് കൊണ്ട്, ആ ശക്തി നൽകിയത് കൊണ്ടാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് ആ മുഹയ്യിദ്ദീൻ എന്ന പേര് വരാൻ തന്നെ കാരണം. അബ്ദുൽ ഖാദിർ എന്നാണ് യഥാർത്ഥ പേര്. ആ പേരുള്ള അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനിക്ക് മുഹയ്യിദ്ദീൻ എന്ന പേര് കിട്ടാനുള്ള കാരണം ദീനിനെ ഹയാത്താക്കിയത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പുറം വന്നാൽ നമ്മുടെ നൂറ്റാണ്ടിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ ഇസ്ലാമിന് എപ്പോഴെല്ലാം തകർച്ച സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പുതിയ ബിദ്അത്തുകാർ കടന്നുകയറ്റം നടക്കുമ്പോഴൊക്കെ എപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ സമുദായത്തിനെ കരകയറ്റിയത് മഹാന്മാരായ സയ്യിദന്മാരാണ്. മഹാനായ താജുൽ ഉലമയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടെ സുന്നത്ത് ജമാഅത്തിന് ശക്തി തകരുന്ന സമയത്താണ് മഹാനായ താജുൽ ഉലമയുടെ പ്രവർത്തനം. അതേപോലെ തന്നെ ആ ഒരു മാതൃക പിൻപറ്റും കൊണ്ട് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് എല്ലാ സദസ്സുകളിലും എല്ലാ സ്റ്റേജുകളിലും പേജുകളിലുമെല്ലാം മഹാനായ ഖുറത്തു സാദാത്ത് ഖൂറത്തങ്ങൾ അവർകൾ എപ്പോഴും നമുക്ക് നൽകുന്ന സുന്നത്ത് ജമാഅത്തിന് മുറുകെ പിടിക്കാനുള്ളത് ഉപദേശമായിരുന്നു. അതേപോലെ തന്നെ മഹാനായ ഖുറത്തു സാദാത്ത് അവറുകൾക്കുള്ളതായ പ്രഭാഷണം ഉസ്താദ് പറഞ്ഞില്ലേ, എല്ലാവരും ആഖിറത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കുന്നതായ പ്രസംഗങ്ങളായിരുന്നു. അതേപോലെ തന്നെ മഹാനായ ഖുറത്തങ്ങൾ അവറുകളുടേതായ അവിടെ ബന്ധപ്പെടാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല. എന്തൊരു പ്രശ്നം വന്നാലും എന്തൊരു പ്രതിസന്ധി വന്നാലും ആദ്യം ഉമ്മമാർ പറയുന്നത് ഉസ്താദന്മാരെ വിളിച്ചിട്ടാണോ അല്ലെ വേറെ ആരെങ്കിലും ഒന്ന് ഖൂറത്തങ്ങൾക്കൊന്ന് ഫോണാക്കിയിട്ട് പറയൂ. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്കുമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവാം ഓരോരോ അനുഭവങ്ങൾ പറയാൻ. മഹാനായ ഖൂറത്തങ്ങൾ അവർകൾ ഇടയ്ക്ക് എൻ്റെ മൂത്തമ്മൻ്റെ മോളവര് കുഞ്ഞിന് ഗർഭിണിയായ എൻ്റെ മൂത്തമ്മൻ്റെ മോളെ കുട്ടിക്ക് ഹാർട്ടിൽ ഒരു ഓട്ടയുണ്ട് എന്ന് ഡോക്ടർ വിചിച്ചപ്പോൾ സ്കാൻ ചെയ്ത് നോക്കി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത് ഹൃദയത്തിൽ ഓട്ടയുണ്ട് എന്നാണ്. അപ്പോഴാണ് അവൾ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് തുർക്കളിക്കല കെതുമ്പാലിലുണ്ടായ സമയത്താണ്. ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ഒന്ന് ഖൂറത്തങ്ങൾക്ക് ഫോണാക്ക്.
അങ്ങനെ ഞാൻ എന്താക്കി, ഒരു രാത്രി ഒരു 8 മണിയാകുമ്പോൾ കൂറത്തങ്ങൾക്ക് ഫോൺ വിളിച്ചപ്പോൾ കൂറത്തങ്ങ് പരിലാണുള്ളത്. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഞാൻ സംസാരിച്ച് അവസാനം പറഞ്ഞു, ഞാൻ ഡോക്ടറല്ലല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, തങ്ങൾ ദ്വാരുന്നത് ശരിയാവും, എന്നാൽ 40 ദിവസം യാസീൻ ഓതിക്കോട്ടെ, അവസാനം നൊമ്പലം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ കൊറോണയുടെ സമയം കൂടിയാണ്. അവസാനം ലേഡി ഗോസൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെയും റിപ്പോർട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, ഓപ്പറേഷൻ്റെ ഡെലിവറിക്ക് മുമ്പായും കൊണ്ട് അവസാനമായും കൊണ്ട് ഡെലിവറി ആയി. ഇന്ന് കുട്ടിക്ക് 4 വർഷമാണ്. അതിൻ്റെ പിന്നെ ഒരു കംപ്ലൈൻറ്റ് പോലും ജനിച്ചതിന് ശേഷം പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളും അനുഭവങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. ഇതെല്ലാം ഞങ്ങൾക്കുള്ള ഈമാൻ ഉറപ്പിക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് മാത്രം കരുതി മഹാനായ സാദാത്തങ്ങൾക്കുള്ള ഉപദേശമുണ്ട്. ഉസ്താദുമാർ ഒരുപാട് പ്രസംഗിക്കാനെല്ലാം ഉണ്ട്. ആയതുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാ നിലക്കുള്ള ആശംസകളും അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.